മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പണ്ട് ജനം ടി വിയിൽ ഈ മദർ തെരേസയെക്കുറിച്ച് വിവരിക്കുമ്പോൾ അവര് പറയുന്ന ഒരു സീൻ മോഹൻദാസ് കാണിക്കുകയുണ്ടായിരുന്നു. ഭംഗിയായിട്ട് കാണിച്ചത്. അതായത് 29,000 പേർക്ക് സെന്റ് പീറ്ററിന്റെ ടിക്കറ്റ് ഞാൻ കൊടുത്തു. മരിക്കുന്ന വേളയിൽ അവരെല്ലാവരെയും ക്രിസ്ത്യാനികളാക്കി ക്രിസ്ത്യൻ പേരിട്ടിട്ടാണ് അവരെ മരണത്തിലേക്ക് നയിച്ചത്. ഹൗസ് ഓഫ് ദ ഡെത്ത് എന്നാണ് അവരുടെ അനാഥാലയത്തിന്റെ പേര് തന്നെ. മരണത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അമേരിക്കക്കാരും ബാക്കിയുള്ളവർ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും മരിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അവിടേക്ക് കയറി കഴിഞ്ഞാലോ പുറം ലോകം വിചാരിക്കും അവർ ഹിന്ദുവായി തന്നെ നിലനിൽക്കുന്നു എന്ന്. ഇമ്മീഡിയറ്റ്ലി ക്രിസ്ത്യാനിയാക്കി മാറ്റിയിട്ടുണ്ടാവും സേവനം എന്ന പേരിന്റെ മറവില്. ഇവിടെ മുൻഷിയായിട്ട് നമ്മുടെ TV ചാനലിൽ വന്നിരുന്ന മുൻഷി വേണുവിനെ മതം മാറ്റി വിവരം പുറത്തായത് മരണശേഷം. ഇത് ജന്മഭൂമി daily.com ഉണ്ട്. ഇത് ഞാനൊന്ന് വായിക്കാം. ചാലക്കുടി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മറവില് നടക്കുന്ന മതം മാറ്റത്തിന് ഒരു ഇര കൂടി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻഷി വേണു എന്ന കലാകാരനാണ് ഒടുവിൽ ഈ ക്രൂരതയ്ക്ക് ഇരയായത്. ജീവിത സായാഹ്നത്തിൽ ആശ്രയമറ്റ ചികിത്സ തേടി മുരിങ്ങൂരിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തിയ മുൻഷി വേണു എന്ന വേണു നാരായണനെ ഡിവൈൻ ധ്യാന കേന്ദ്രം അധികൃതര് മതം മാറ്റി. ജോൺ ജോർജ് എന്ന പേരും നൽകി. അർദ്ധബോധാവസ്ഥയിലാണ് മുൻഷി വേണുവിനെ മതപരിവർത്തനത്തിന് വിധേയനാക്കിയത്. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ആശ്രയമറ്റാണ് വേണു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തിയത്. ഇവിടെ പ്രവേശിപ്പിക്കണമെങ്കിൽ മതം മാറണമെന്ന് അധികൃതർ വേണുവിനെ നിർബന്ധിച്ചിരുന്നു. ആദ്യം ഇതിന് വഴങ്ങിയില്ല എങ്കിലും മറ്റു ഗതിയൊന്നുമില്ലാതായതോട് വേണു സമ്മതിക്കുകയായിരുന്നു. അടുത്ത ചില സുഹൃത്തുക്കൾക്ക് മാത്രമാണ് ഇക്കാര്യം അറിയാമായിരുന്നത്. വേണുവിന്റെ സംസ്കാരം നടത്തിയത് ആലുവ തോട്ടക്കാട്ടുകര മല്ലങ്കര സെയിന്റ് ജോർജ് പള്ളി സെമിത്തേരിയിലാണ്. ക്രിസ്തുമത ആചാരപ്രകാരം തന്നെയായിരുന്നു സംസ്കാരം. ധ്യാനകേന്ദ്രത്തിൽ താമസിക്കുമ്പോൾ സിനിമയിൽ അഭിനയിക്കാനാവില്ല എന്ന കർശന നിർദ്ദേശം നൽകിയിരുന്നതായും സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ വേണു നിരാശനായിരുന്നു. വേണുവിന്റെ മരണത്തെ തുടർന്ന് ധ്യാനകേന്ദ്രം അധികൃതർ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിലും വേണുവിന്റെ ചിത്രത്തിന് താഴെ ജോൺ ജോർജ് എന്ന പേരാണ് നൽകിയിരുന്നത്. മതപരിവർത്തനം നടത്തുന്നതിന്റെ പേരിൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതായും ധ്യാനകേന്ദ്രത്തിനെതിരെ ആരോപണമുണ്ട്. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന്റെ കീഴിലുള്ള അനാഥാലയങ്ങളിലും മറ്റും താമസിക്കുന്ന അന്യമതസ്ഥരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് പതിവാണ്. ഇത് ജന്മഭൂമിയില് ന്യൂസ് 60736 വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഞാനിത് എടുത്തു പറയാൻ കാരണം നമ്മളുടെ ചുറ്റും നടക്കുന്ന മതപരിവർത്തനത്തിന്റെ രീതികൾ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റും. 21ാം നൂറ്റാണ്ടിൽ പോലും ഒരു ചതിയും വഞ്ചനയും മരണത്തിന്റെ വക്കത്തെത്തുന്നവനെ പോലും ഇങ്ങനെ ഭയപ്പെടുത്തിയും ബാക്കി രീതിയിലൊക്കെ മതപരിവർത്തനം നടത്താം. ഈ ധ്യാനകേന്ദ്രത്തിലെ ലേസറിൽ യേശുവിനെ കാണിച്ച് ക്രിസ്ത്യാനികൾ കുറെ ഹിന്ദുക്കളെ കൊണ്ടുവരും. അവർക്ക് കമ്മീഷനുണ്ട്. 400 രൂപ 500 രൂപ തുടങ്ങിയ കമ്മീഷനുണ്ട്. ഈ കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ഹിന്ദുക്കളോട് ചോദിക്കും, നിങ്ങൾ യേശുവിനെ കണ്ടോ? അവർ പറയും, ഞങ്ങളിങ്ങനെ യേശു വരുന്നതായിട്ട് കണ്ടു. യോ, എനിക്ക് കാണാൻ സാധിച്ചില്ല. ക്രിസ്ത്യാനികൾ പറയുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചില്ല. എല്ലാവർക്കും കാണാം അത്. എന്നിട്ട് ഈ ക്രിസ്ത്യാനികൾ ആ ഹിന്ദുവിനോട് പറയും, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ വളരെ അടുത്തവനായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ ശരിക്കും യേശു നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ യേശു ക്രിസ്തുവിനെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിട്ട് കാണാൻ സാധിച്ചത്. ഇങ്ങനെ വളരെയധികം കാര്യം. ഞാനിത് 2-3 പിന്നെ ധ്യാനകേന്ദ്രത്തിൽ തന്നെ ഞാൻ നമ്പൂതിരി ആയിരുന്നു. എൻ്റെ പേര് ദാമോദരൻ നമ്പൂതിരിയാണ്. ഞാൻ ഇന്ന അമ്പലത്തിലെ പൂജാരിയായിരുന്നു. ആ അമ്പലത്തിൽ പൂജ കഴിച്ചുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നീട് യേശുദേവനെ ശരണം പ്രാപിച്ചു. അങ്ങനെ ക്രിസ്തുമതത്തിൽ വന്ന് ഇവിടെ വിവരിക്കുകയാണ്. ഇങ്ങനെ സാക്ഷ്യം പറയാൻ ധാരാളം നമ്പൂതിരിയുടെ പേരിട്ടിട്ടുള്ള നമ്പൂതിരി അല്ലാത്ത ക്രിസ്ത്യാനികളോ മറ്റു മതസ്ഥരോ. നമ്പൂതിരിയുടെ പേരുണ്ടെന്നേ ഉള്ളൂ. നമ്പൂതിരിയുടെ രൂപമൊക്കെ തൽക്കാലം കാണിക്കും, ഭസ്മമൊക്കെ തൊടിയിച്ചിട്ട്. അപ്പോ ഈ രീതിയിലുണ്ട്. പിന്നെ മന്ത്രങ്ങൾ വേദത്തിൽ അത് പറയുന്നുണ്ട്, ഇത് പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് മതം മാറ്റുന്നുണ്ട്. പ്രാർത്ഥന മുഴുവൻ രോഗം മാറ്റാനാണെന്നും പറഞ്ഞ്
തലവേദനയുള്ളവർക്ക് സാരിഡോണൊക്കെ നാരങ്ങാ വെള്ളത്തിൽ കുളിച്ച് ജപിച്ചു കൊടുത്ത് അസുഖം മാറിയത് യേശുവിൻ്റെ ഈ വെള്ളം കുടിച്ചത് കൊണ്ടാണ് എന്ന് പറയാം. പക്ഷെ അതിനകത്ത് മരുന്നിട്ടിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം രീതിയിൽ, ഒന്നല്ല ആയിരക്കണക്കിന് ശ്രീകൃഷ്ണനെ അവഹേളിച്ച്, അതിൽ ശ്രീരാമനെ അവഹേളിച്ച്, വേദത്തെ അവഹേളിച്ച്, ഭാരതീയ പൈതൃകത്തിലെ ബാക്കി എല്ലാവരും സാത്താന്മാരാണെന്ന് പറയാം. ഒരു വശത്ത് അയ്യപ്പൻ സാത്താനാണെന്ന് പറയാം, ഇപ്പുറത്ത് ഹരിഹരപുത്രായ നമഃ എന്ന് പറഞ്ഞ് ഹരിഹരപുത്രൻ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവാണെന്നും പറഞ്ഞിട്ട് ജോർജ് മാത്യുവിനെ പോലെയുള്ളവര് കൂടുകുളഞ്ഞിയിൽ നിന്ന് പുസ്തകം പ്രസിദ്ധീകരിക്കുക. അപ്പൊ തിരിച്ചും മറിച്ചും എങ്ങനെ ഇട്ടാലും ഈ മതപരിവർത്തനം നടത്തുമ്പോൾ നമ്മുടെ വേണു നാരായണൻ എന്ന മുൻഷിയെ മതം മാറ്റിയത് ഒരു എക്സാമ്പിളായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം. അറിയണം നമ്മുടെ കൂട്ടത്തിൽ മതപരിവർത്തനം എത്ര വേഗത്തിലാണ് ഹിന്ദുക്കളെ ചതിക്കുഴിയിൽ വീഴുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതെല്ലാം NSSകാരും SNDPക്കാരും പുലയ മഹാസഭയും അല്ലാത്തവരും ചെയ്യണം. പലപ്പോഴും മറ്റ് പാർട്ടിക്കാര് ഇതിന് സപ്പോർട്ടും ഉണ്ട് എന്നുള്ളത് മറക്കരുത്. പ്രണാമം, നമസ്കാരം.